ചാവറയച്ചൻ എഴുതിയ ചാവരുളിലെ ശ്രദ്ധേയമായ ഒരു ഉപദേശമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഞായറാഴ്ച മുതലായ കടമുള്ള ദിവസങ്ങളിൽ അടിയന്തരങ്ങൾ മുതലായത് കഴിക്കുന്നത് വളരെ തിന്മകൾക്കും ആത്മനാശങ്ങൾക്കും കാരണമായൊരു പതിവാകുന്നു. ഇത് കർത്താവിൻ്റെ ദിവസമാകുന്നു, ഇത് പിശാചിൻ്റെ ദിവസമാക്കുന്നതിന് കണ്ടെത്തിയ ഒരു ഉപായമാകുന്നു. ഞായറാഴ്ചകളിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലെ വല്ലവരും മരിച്ചാൽ ശേഷമുള്ളവർ സ്വന്തം ആത്മകാര്യങ്ങളെ ഉപേക്ഷിച്ച് കടമുള്ള ദിവസങ്ങളിൽ പള്ളിയിൽ പോകാതിരിക്കുന്നതും ദൈവത്താലും വിശുദ്ധ പള്ളിയാലും നിഷേധിക്കപ്പെട്ട ദുർമര്യാദയാവും. ഒരു ക്രൈസ്തവ വിശ്വാസി എന്നുള്ള നിലയിൽ, കത്തോലിക്ക വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മുടെ ഞായറാഴ്ച ദിനാചരണം എങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിരിക്കുന്നു? പഠനങ്ങളിലൂടെ വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നുക, അന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നമ്മൾ കാണുന്നിടത്തോളം എണ്ണം ഇടവകളോ പള്ളികളോ ഇല്ലായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. പലപ്പോഴും വളരെ അകലെയുള്ള പള്ളികളിൽ പോയി വിശുദ്ധ ബലിയിൽ പങ്കുചേരുക എന്നുള്ളത് വിശ്വാസികളുടെ കടമയാണ്. അത് അവർ നിർവഹിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഇന്നിപ്പോൾ അതല്ല സ്ഥിതി. ഇന്ന് എന്താ വെച്ചാൽ ഒരു വീട്ടിലെ തന്നെ എല്ലാവരും ഒരുമിച്ച് പള്ളി പോകുന്ന കാലഘട്ടം പോലും അല്ല ഇപ്പോൾ. എന്നുവെച്ചാൽ അപ്പനും അമ്മയും ഒരു ഭാഗത്ത് പോകുന്നു, പിന്നെ മക്കൾ വേറെ പോകുന്നു. അതുപോലെ തന്നെ മക്കൾ ദേവാലയത്തിൽ എത്തുന്നുണ്ട് എന്നത് മാതാപിതാക്കൾ ഉറപ്പ് വരുത്തുന്നുണ്ടോ എന്നതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വിശ്വാസ ജീവിതം നമ്മുടെ അനുദിന ജീവിതത്തിലെ ദൈവവും മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിലാണ് ഉത്തരമാകുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് മാത്രമല്ല, നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതത്തെ ഏറ്റവും കൂടുതൽ ചൈതന്യപൂർണ്ണമാക്കുന്ന വിശുദ്ധ കുർബാന തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുകയും ഈ വിശുദ്ധ കുർബാനയ്ക്കിടയിൽ വൈദികൻ വചനപ്രഘോഷണം നടത്തി ആത്മീയമായ ഒരു ദർശനം വിശ്വാസികൾക്ക് നൽകണം എന്ന് പറയുകയും അത് ആദ്യം തുടങ്ങുകയും 1830 ചാവറപ്പിതാവ് വചനപ്രഘോഷണം വിശുദ്ധ ബലി മധ്യേ തുടങ്ങുന്നത് ചാവറപ്പിതാവാണ്. അതിനെപ്പറ്റി തോമസിന് എന്താണ് അതിൻ്റെ നമ്മുടെ ചാവറപ്പിതാവിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? വചനത്തെ പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ നാട്ടിൽ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് മലയാളത്തിൽ ഒരിക്കലും ട്രാൻസ്ലേറ്റ് ചെയ്തതായിട്ടുള്ള ഒരു കോപ്പി പോലും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ മലയാളികളായ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഗ്രന്ഥം സുറിയാനി ഭാഷയിലോ അല്ലെങ്കിൽ ലത്തീൻ ഭാഷയിലോ പ്രധാനമായിട്ട് അതേ അന്ന് ഉള്ളൂ. ഇംഗ്ലീഷിലേക്കും നമ്മുടെ നാട്ടിലേക്കൊക്കെ എത്തുന്നത് പിന്നീടും താമസിച്ചാണ്. അപ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ല ഒരർത്ഥത്തിൽ, ഭാഷ അറിയാൻ പാടില്ലാത്തടത്തോളം കാലം. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലത്തിലൂടെ കടന്നു വന്നപ്പോൾ നമ്മുടെ സഭാ കൂട്ടായ്മയിൽ പ്രത്യേകിച്ച് കുർബാന മധ്യേ ഇങ്ങനെയുള്ള തിരുവചനം വായിക്കുന്നു കാർമ്മികൻ, പക്ഷേ അതിനെക്കുറിച്ചുള്ള വലിയ വ്യാഖ്യാനങ്ങളൊന്നും കൊടുക്കാറില്ലായിരുന്നു. അത് രണ്ട് തരത്തിലും അവർക്ക് വായിച്ച് മനസ്സിലാക്കാനും എളുപ്പമല്ല, പിന്നെ വേറെ വ്യാഖ്യാനവും കിട്ടുന്നില്ല, പിന്നെ ഇന്നത്തെ രീതിയിലുള്ള പഠന സാധ്യതകളൊന്നും അന്നത്തെ രീതിയിലില്ല. ലൈബ്രറികളായിട്ടില്ല, അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിലുള്ള ബൈബിളിൻ്റെ വ്യാഖ്യാനങ്ങൾ പല തരത്തിലുള്ള അവതരണങ്ങളില്ല. അപ്പോൾ ജനങ്ങൾക്കിതൊന്നും അവൈലബിളും അല്ല, അതുപോലെ തന്നെ അവർക്ക് ഒന്നും കിട്ടാനുമില്ല. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലവും കൂടി അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൽ വന്നതിൻ്റെ ഭാഗവും കൂടി ആയിരിക്കണം. പിന്നെ കുർബാനയോട് കൂടി വചനപ്രഘോഷണവും കൂടി വേണമെന്ന് ചിന്തിക്കുകയും അത് പ്രത്യേകിച്ചും അദ്ദേഹം ആരംഭിച്ച മാന്നാനം മുതലുള്ള ആശ്രമങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സന്യാസ സമൂഹങ്ങളിലെ അംഗങ്ങൾ വഴി അതിന് കൂടുതൽ പ്രചാരം കൊടുക്കുകയും ചെയ്യും. എന്നാണോ ശരിക്കും ഇങ്ങനെ ഞായറാഴ്ച കുർബാനകൾക്കിടയിൽ വചനപ്രഘോഷണം എന്നുള്ളത് ആ ഒരു കാലഘട്ടത്തിലാണ്? അതിനു മുമ്പ് നമ്മുടെ സഭയിലുണ്ടായിട്ടില്ല. അതിന് ഒറ്റപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളിലോ അല്ല തിരുനാളിനോടോ ബന്ധപ്പെടുത്തിയൊക്കെ എന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും അങ്ങനെ ഒരു പതിവ് പൊതുവേ ഇല്ലായിരുന്നു. ചാവറപ്പിതാവിൻ്റെ ജീവചരിത്രത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അതായത് 1830 ചാവറപ്പിതാവ് ഈ വചനപ്രഘോഷണം ആരംഭിക്കുന്നത് വിശുദ്ധ ബലി മധ്യേ. അതുപോലെ തന്നെ ഇടവക ധ്യാനം എന്ന് പറയുന്നതും ചാവറപ്പിതാവ് തന്നെ ആരംഭിച്ചതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ദർശനം, ഞാൻ പറഞ്ഞു വന്നതാണ്, അത്തരത്തിലൊരു ദർശനം കൊണ്ടുവന്ന ചാവറപ്പിതാവ് വിശുദ്ധ കുർബാനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണം എന്ന് പ്രചോദിപ്പിക്കുകയാണ്. അപ്പം നമ്മളുടെ മക്കൾക്ക് ട്യൂഷനും മറ്റ് പരിപാടികൾക്കും വേണ്ടി
വിശുദ്ധ കുർബാന മുടക്കുന്നു, മരണാനന്തര കർമ്മങ്ങൾ അല്ലെങ്കിൽ അയലോക്കത്തൊരാൾ മരിച്ചു, ഒരു കല്യാണം വരുന്നു, അങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും മുടക്കാൻ പറ്റുന്ന കുർബാനയാണ് എന്ന ഒരു തെറ്റിദ്ധാരണ വന്നിരിക്കുന്നു. അപ്പോൾ അത് മാറ്റുക എന്നുള്ളത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അതൊരു തെറ്റിദ്ധാരണ തന്നെയാണ്, അത് ശരിയായ ഒരു സങ്കല്പമല്ല. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും ശരിയായൊരു സങ്കല്പമല്ല. ചെറുപ്പം മുതൽ നമ്മുടെ മക്കൾ വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുകയും തുടക്കം മുതൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കേരളം വിട്ടും ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയാലും അവർക്ക് അവരുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്ത് ഈ വിശുദ്ധ കുർബാന നൽകുന്നു എന്നുള്ള ബോധ്യത്തിൽ നിന്നും അവരെവിടെയാണെങ്കിലും വിശുദ്ധ കുർബാന കാണുവാനും അത് തുടക്കം മുതൽ കാണുവാനും ശ്രമിക്കും. അത് ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു അനുഭവമാണ്. എൻ്റെ പേര് തോമസ്, എൻ്റെ സ്ഥലം മരുതോങ്കര. അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ്. വിശ്വാസം കൈമാറ്റമാണ് ഇവിടെ നടക്കുന്നത്. വിശ്വാസ കൈമാറ്റം നടക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവം, എൻ്റെ പിതാവും മാതാവും ഞങ്ങൾക്ക് തന്ന ആ ഒരു വിശ്വാസ കൈമാറ്റം, ദേവാലയത്തിൽ പോവുക, പ്രത്യേകിച്ച് ഞായറാഴ്ചകൾ കുർബാന മുടങ്ങാതിരിക്കുന്ന കർശനമായ നിലപാട് ഉറച്ചു വന്നവരാണ് അവർ. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ അടുത്ത കുടുംബത്തിലേക്ക് വരുമ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ മാതാപിതാക്കൾ ദേവാലയത്തിൽ പോകുമ്പോൾ അവരെയും കൂടെ കൊണ്ടുപോവുകയാണ് ദേവാലയത്തിലേക്ക്. ദേവാലയത്തിൽ ചെന്ന് ബലിയർപ്പണ ശുശ്രൂഷ ഏർപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ തന്നെ വരികയാണ്. ആ കൈമാറ്റത്തിലൂടെ വരുന്നതാണ് വിശ്വാസത്തിൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മക്കൾ, ഞാൻ മനസ്സിലാക്കുന്നത്, ആ വിശ്വാസ ജീവിതം മാതാപിതാക്കളുടെ കുടുംബത്തിൽ നടത്തുകയും അവരത് കാണുകയും അവരാ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയാലും അതൊക്കെ അവർക്ക് ദൈവത്തിൻ്റെ വലിയ കരുത്ത് അവരുടെ കൂടെ ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാകാതെ ഏത് ലോകത്തിൽ എവിടെയാണെങ്കിലും. കാരണം ഈ വിഷയത്തിൽ അച്ഛൻ വളരെ വലിയൊരു വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് അച്ഛൻ ചോദിച്ചത്. വളരെ കൃത്യമായ ഒരു ഉത്തരവാണ് എനിക്ക് എൻ്റെ മനസ്സിൽ വന്നത് തന്നെയാണ്. കാരണം വെച്ചാൽ ഒരു മക്കളും നശിച്ചു പോകില്ല, ഒരു മക്കളും പതറില്ല. കാരണം മക്കളെ നമ്മുടെ വീട്ടിലല്ല താമസിക്കും, അവർ പുറത്തേക്ക് പോവാണല്ലോ. ആ പുറം ജീവിതത്തിൽ അവർക്കുള്ള ആ ഒരു വലിയൊരു താങ്ങും തള്ളെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ വലിയൊരു ശക്തിയാണ് അവർക്കുള്ളത്. ആ പ്രാർത്ഥന, ആ ബലിയുടെ, ആ ഞായറാഴ്ചത്തെ ബലി ഞങ്ങളൊക്കെ എല്ലാ ദിവസവും എല്ലാ ദിവസവും പോകുന്നവരാണ്. ഇവിടെ വേറൊരു സഹോദരി പറഞ്ഞു, എനിക്ക് അത്ര ഒരു അഭിപ്രായമില്ല. കാരണം വെച്ചാൽ ഏത് എൻട്രൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് നാട്ടിലെ എൻട്രൻസ് കഴിയുന്നത്, പക്ഷെ ദേവാലയത്തിൽ പോയി ബലി അർപ്പിച്ചതിന് ശേഷം പറ്റുമെങ്കിൽ അച്ഛന് കുർബാനയ്ക്ക് പൈസയും കൂടെ കൊടുത്തിട്ടേ അവർ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകാറുള്ളൂ. കാരണം അത് ദൈവത്തിൻ്റെ ഒരു വലിയ പരിപാലനമാണ്. ആര് ഡോക്ടറാകും, ആര് എഞ്ചിനീയർ ആകും, നമ്മളല്ല തീരുമാനിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു വിഷൻ അവർക്ക് വിളി എന്താണ്, ആ താലന്ത് എന്താണെന്ന് ആ മാതാപിതാക്കൾ ദൈവത്തോട് ചോദിക്കുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ആകാനുള്ളത്, അത് ദൈവം തീരുമാനിക്കും എന്താകണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു വിഷനാണ് ഇവിടെ കാണുന്നത്. അല്ല, അത് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ചേച്ചി പറഞ്ഞത് ഇന്ന് നിലനിൽക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ചേച്ചി പറഞ്ഞത്. കാരണം പല സ്ഥാപനങ്ങളും, നമ്മുടെ കത്തോലിക്ക സ്ഥാപനങ്ങൾ തന്നെ ഞായറാഴ്ചകളിൽ എൻട്രൻസ് കോച്ചിങ് പരിപാടികൾ നടത്തുന്നുണ്ട്. ആ രീതിയിൽ നമ്മുടെ തന്നെ, അതെ, ചേച്ചി ആരിക്സൺ ടീച്ചറാണ്, അതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് സംസാരിച്ചാണ്. പക്ഷേ പിന്നെ ആ രീതിയിൽ അത് വരുമ്പോൾ നമ്മുടെ സ്ഥാപനങ്ങൾ തന്നെ ഞായറാഴ്ചകളിലെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഒരു കത്തോലിക്ക വിദ്യാർത്ഥിക്ക് വിശ്വാസ പരിശീലനത്തിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്നുണ്ട്. നമ്മുടെ പല സ്ഥാപനങ്ങളിലും അത്തരത്തിലുള്ള ഒരു പരിധിവരെ ബോധപൂർവമായ ഒരു അലസത അല്ലെങ്കിൽ ഒരു അശ്രദ്ധ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. അത് തിരുത്തേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം കത്തോലിക്ക സഭ ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഇവിടെ വളരുമ്പോൾ പുതിയ തലമുറയ്ക്ക് ഇതുവരെ ഈ സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളെ നയിച്ചുകൊണ്ട് വന്ന മാതാപിതാക്കളുടെ ആ ഒരു തീവ്രതയോടുകൂടി, വിശ്വാസ തീക്ഷ്ണതയോടുകൂടി തന്നെ ഈ വിശ്വാസത്തെ ഏറ്റുവാങ്ങാനുള്ള വഴികൾ ഒരുക്കി കൊടുക്കേണ്ടത് സഭയാണ്. സഭയിലെ വിവിധ സന്യാസ സമൂഹങ്ങളുടെ സ്ഥാപനങ്ങളാണ്, ഇടവക സ്ഥാപനങ്ങളാണ്. അതിന് സംശയമൊന്നും വേണ്ട. അത്തരത്തിൽ സഭയുടെ സംഘടിതമായ വശത്ത് നിന്ന് ചില ബോധപൂർവമായ അലസത എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ പല സ്കൂളുകളിലും ഞായറാഴ്ച എൻട്രൻസ് കോച്ചിങ്ങുകൾ നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ പള്ളിയിലൊരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞായറാഴ്ച കാറ്റഗിസത്തിന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വരാൻ പറ്റാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചേച്ചി പറഞ്ഞത് തീരെ ഇല്ലാത്തതല്ല. പക്ഷേ ചേട്ടൻ പറഞ്ഞതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ എൻ്റെ കുഞ്ഞിന് വഴി തെറ്റരുത് എന്ന് ഏത് അപ്പൻ ആഗ്രഹിച്ചാൽ, അങ്ങനെ ഒരു അപ്പൻ ആഗ്രഹിച്ചാൽ ആ കുഞ്ഞിന് വഴി തെറ്റില്ല. ഒരുപക്ഷെ പ്രശ്നമല്ല,
മക്കളുടെ പ്രശ്നമല്ല, അവരെ നയിക്കുന്ന മാതാപിതാക്കളുടെ പ്രശ്നം, അല്ലേ? അല്ല, കുടുംബത്തിന്റെ ഭദ്രതയാണ്. എന്താണ് ചേച്ചിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്? എൻ്റെ പേര് ജാൻസി, മരുതോങ്കര ഇടവക. തീർച്ചയായും മാതാപിതാക്കൾ ഒരു അടിസ്ഥാനം ഉണ്ടെങ്കിൽ തീർച്ചയായും മക്കൾ വഴിതെറ്റില്ല. നല്ലൊരു ക്രിസ്ത്യ ജീവിതത്തിലാണ് പോകുന്നതെങ്കിൽ ഏത് വഴി പോയാലും മക്കൾ വഴിതെറ്റാൻ യാതൊരു സാധ്യതയില്ല. അത്രയും തീക്ഷ്ണമായ ഒരു ഉറച്ച വിശ്വാസം മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ അത് മക്കളിലേക്ക് തീർച്ചയായും പകർന്നിരിക്കും. ഏത് തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിലും ഏത് തരത്തിലുള്ള സാഹചര്യം. ഇപ്പം പള്ളിയിൽ പോകണമെന്ന് തീർച്ചയായും ഒരു ആഗ്രഹം മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ അത് മക്കൾ കണ്ടു പഠിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പോയാലും പള്ളിയിൽ പോയിരിക്കും. കുർബാന മുടക്കാതെ മുഴുവനായിട്ട് കാണണം തീക്ഷ്ണമായ ആഗ്രഹം മക്കൾക്കുണ്ടാവും. മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് വിചാരിക്കുവാണ് പകുതി കുർബാന മതി എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ മക്കളും അങ്ങനെ തന്നെയായിരിക്കും ചിലപ്പോൾ ചിന്തിക്കുക. അവർ കാരണവന്മാരങ്ങനെയാണല്ലോ കാണിക്കുന്നത്, ഞങ്ങളും അത്രയൊക്കെ മതി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ വഴിക്ക് പോകും. ആത്മീയമായ ഒരു അടിത്തറ മാതാപിതാക്കൾക്ക് ഇല്ലെങ്കിൽ മക്കൾക്ക് അത് തുടരാനാവില്ല. അപ്പോൾ നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ ഒരു ആത്മീയ ശുദ്ധി അത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അങ്ങേക്ക് എന്ത് തോന്നുന്നു? അത് അത്തരത്തിലൊരു നഷ്ടം നമുക്ക് സംഭവിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ? അതോ മനഃപൂർവ്വം ബോധപൂർവം മാറി നിൽക്കുന്നതാണോ? രണ്ട് തരത്തിലും വരുന്നുണ്ടെന്ന് തോന്നുന്നു. ബോധപൂർവം എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാം നമുക്ക് സംലഭ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തിൽ ഇനിയും ദൈവവും ദൈവിക കാര്യങ്ങളും വലിയ അത്യാവശ്യമില്ല എന്ന് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള ആളുകൾ ചിന്തിച്ചു പോവുക സ്വാഭാവികമായിരിക്കാം. എങ്കിലും അത് വളരെ കാട്ടുതീ പോലെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വിശ്വാസം അത് ഉള്ളിലുള്ളതാണ്. അത് പ്രകടിതമാകുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, എൻ്റെ വിശ്വാസം പ്രകടിപ്പിക്കുന്നത് വഴിയായിട്ട് ഞാൻ മറ്റുള്ളവരാലും ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ള ഒരു ചിന്ത വരും. എൻ്റെ പുണ്യം മറ്റുള്ളവർ ശ്രദ്ധിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് എൻ്റെ കടമകൾ ഞാൻ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുന്നു എന്നുള്ളൊരു ബോധ്യം ആളിൽ ശക്തിപ്പെടുന്നു. അത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിത്തീരുന്നു. രണ്ടാമത്, ഈ പ്രകടനം മറ്റനേകർക്ക് മാതൃകയും പ്രചോദനവുമായി തീരുന്നുണ്ട്. അതൊരു സമൂഹത്തിൻ്റെ ഭാഷയാണ്. ഒരു സമൂഹം മറ്റൊരു സമൂഹത്തോട് ഈ ഭാഷയിലൂടെയാണ് സംവദിക്കുന്നത്. അതായത് സാമൂഹികമായിട്ടുള്ള ഒരു ആചാരം. അതാണ് ചാവറയച്ചൻ ഇത്രമാത്രം നിഷ്ഠയോടുകൂടി നമ്മളെ ഒരു സമൂഹം എന്നുള്ള രീതിയിൽ വളർത്തിക്കൊണ്ട് വരാനുള്ള ഒരു പരിശ്രമമായിരുന്നു. ഇത്രയും ഈ ചാവരുകൾ എഴുതി വെച്ചതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രീതിയിൽ ഒരുമിച്ച് ചെയ്യാനുള്ളതിൻ്റെ ചട്ടങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ചട്ടങ്ങൾ എഴുതി വെക്കണമെന്നില്ല. അതും എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരുമിച്ചൊരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ ഭാഷയാണ്. ഒരു പരിധിവരെ ഒരു ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറയാം, ഒരു കാത്തലിക് ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണണമെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ട് നമ്മുടെ ആൾക്കാർ പോകുന്ന ഒരു രീതി കണ്ടാൽ മതി. എന്ത് രസമാണ് ഈ ഫീല്. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് നമ്മൾ പല വ്യത്യാസപ്പെട്ട മതസ്ഥർ ഒരുമിച്ച് കൂടുതലായിട്ട് താമസിക്കുന്ന ഒരു പശ്ചാത്തലം കേരളത്തിൽ ഉള്ളപ്പോൾ മറ്റ് മതസ്ഥർക്ക് പോലും അവരവരുടെ ആ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് കൂട്ടിച്ചിന്തിക്കാനായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മയും ഈ ഒരുമിച്ച് പോക്കും വരവും ആ സൗഹൃദവും എല്ലാം പ്രചോദനമായി തീർന്നുകൊണ്ടിരുന്നു. എന്നാൽ അത് ഇന്ന് കുറഞ്ഞു പോകുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ചാവറപ്പിതാവിന് ഒരു പക്ഷേ അന്നത്തെ അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ എന്തേലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കൃത്യം പറയാൻ സാധിക്കുന്നില്ല. എങ്കിലും അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടെയാണ് ഇന്നത്തെ ആവശ്യങ്ങളെയും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ വെച്ചത്. കാരണം നമ്മുടെ ജീവിത സൗകര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലവും ഇന്നത്തെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല, അത്രയധികം വ്യത്യാസമുള്ളതാണ്. അപ്പോൾ സൗകര്യങ്ങൾ വർദ്ധിച്ചു, നമുക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പ് വന്നു, അതുപോലെ തന്നെ നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന പോലെയൊക്കെ ഏതാണ്ട് നടന്നു പോകുന്നു എന്ന് വരും തോറും നമ്മൾ സമൂഹത്തെ പരിശോധിച്ചാലും എനിക്ക് തോന്നുന്നു ഈ വ്യത്യാസം കാണാൻ സാധിക്കുന്നത്. ദൈവ പരിപാലനയിലുള്ള ആശ്രയം എന്നുള്ളത് മനുഷ്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. ചാവറപ്പിതാവിൻ്റെ വലിയൊരു വിശ്വാസ അനുഭവമായിരുന്നു ദൈവപരിപാലനയിൽ
സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ടാണ് ചാവർപിതാവ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇവിടെ പിന്നെ ഈ മാതാപിതാക്കളുടെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന ചർച്ച അനുസരിച്ച് മാതാപിതാക്കളുടെ ഈ ഒരു നിർബന്ധം മക്കൾക്ക് കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഒരു പ്രേരണയായിട്ട് മാറുന്നു എന്നൊരു രീതി പറഞ്ഞപ്പോൾ അത്തരത്തിലുള്ള നിർബന്ധങ്ങൾ എന്ത് തോന്നുന്നു സുഹൃത്ത്, ഈ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഒരു പ്രചോദനം തന്നിട്ടുണ്ടോ? ഈ വിശുദ്ധ കുർബാനയിൽ മുഴുവൻ സമയം പങ്കെടുക്കാനായിട്ടുള്ള പ്രചോദനം? എൻ്റെ പേര് ഗിൽബർട്ട്, ഇടുക്കി കിളിയാറുകണ്ട ഇടവകയാണ്. തീർച്ചയായിട്ടും ഉണ്ട്. മാതാപിതാക്കളാണ് നമുക്ക് നേതൃത്വം തന്ന മടിയുള്ള സമയങ്ങളാണെങ്കിൽ പോലും നിർബന്ധിച്ച് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് അയക്കുകയും ശനിയാഴ്ച ദിവസങ്ങളാണെങ്കിൽ പോലും നിർബന്ധിച്ച് പള്ളിയിൽ വിടാറുണ്ടായിരുന്നു. ആ നിർബന്ധം ഒരു പിന്നീട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിൻ്റെ ഓർമ്മകളായിട്ട് മനസ്സിൽ നിൽക്കുമ്പോൾ അത് അന്ന് നിർബന്ധിച്ച സമയത്തുണ്ടായ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ വിഷമം അത് പിന്നീട് ഒരു അനുഗ്രഹമായിട്ട് മാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ഒരു മകൻ എന്നുള്ള നിലയിൽ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ പള്ളിയിൽ പോയില്ലെങ്കിൽ ഒരു നല്ല വിഷമമാണ്, അല്ലെങ്കിൽ അതിയായൊരു ദുഃഖം. പള്ളിയിൽ പോയില്ലെങ്കിൽ, സൺഡേയിൽ കുർബാനയ്ക്ക് പങ്കെടുത്തില്ലെങ്കിൽ എന്ന ഒരു വിഷമം ഇപ്പോൾ ഉണ്ടാകാറുണ്ട്. അതൊരു നല്ലൊരു നിരീക്ഷണമാണ് എന്ന് പറഞ്ഞാൽ, കാരണം എവിടെ എന്ത് അടിയന്തരം ഉണ്ടായാലും പള്ളിയിൽ വരാത്തത് കാരണവന്മാരും കുഞ്ഞുങ്ങളുമല്ല. പള്ളിയിൽ സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്ന വല്യപ്പന്മാരും വല്യമ്മമാരും കുർബാനയ്ക്ക് മുമ്പ് തന്നെ പള്ളിയിലുണ്ട്. കുഞ്ഞുങ്ങൾ നിർബന്ധിക്കപ്പെട്ട് പള്ളിയിൽ പോവുകയും ചെയ്യും. യുവാക്കന്മാരാണ് അടിയന്തര കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്, അവരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരാണല്ലോ ഈ കാര്യങ്ങളെല്ലാം നടത്തേണ്ടത്. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ പയ്യെ മാറി നിൽക്കുകയാണ്. അതേസമയത്ത് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ പകുതി യുവജനങ്ങൾ പലപ്പോഴും പള്ളിക്ക് പുറത്താണ് നിൽക്കുന്നത്. ശരിയാണോ? അല്ലേ? അപ്പോൾ അങ്ങനെ പുറത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ പുറത്ത് നിൽക്കുന്ന യുവജനങ്ങൾക്ക് അകത്തോട്ട് കയറാനായിട്ട് എന്തോ ഒരു മടിയാണ്. ദേവാലയത്തിന് അകത്തോട്ട് കയറുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് ഞങ്ങൾ അച്ഛന്മാരുടെ ഭാഗത്തു നിന്നുള്ള വിശ്വാസികളോടുള്ള പെരുമാറ്റത്തിൽ അവതരണത്തിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അത്തരത്തിലുള്ളൊരു മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ടോ? വിശുദ്ധ കുർബാനയിലെ ഞങ്ങളുടെ വചനപ്രഘോഷണമോ പള്ളിയിലെ അറിയിപ്പുകളോ പിന്നെ ഒട്ടുപരിധി വരെ പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് സെക്കുലറായിട്ടുള്ള കുറേ കാര്യങ്ങൾ കുർബാനയുടെ അറിയിപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ വികാരിച്ചന്മാർക്ക് പറയേണ്ടതുണ്ട്, ഒഴിവാക്കാൻ പറ്റാത്തതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രസംഗം, ഞങ്ങളുടെ വചനപ്രഘോഷണത്തെ പറ്റിയൊക്കെ എന്താണ് നിങ്ങളുടെ പുതിയ തലമുറയുടെ അഭിപ്രായം? എന്താണ് ഞങ്ങൾ ഞായറാഴ്ചകളിൽ നടത്തുന്ന വചനപ്രഘോഷണം? ചാവറേച്ചൻ പണ്ട് വചനപ്രഘോഷണം നടത്തിയിരുന്നത് പോലുള്ള ഒരു ഉന്മേഷം സൃഷ്ടിക്കാനായിട്ട് സഹായിക്കുമോ? എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ പള്ളിക്കകത്ത് കയറാതെ നിൽക്കുന്നത്? പള്ളിയുടെ പുറത്ത് നിൽക്കുന്നവരെ കുറ്റം പറയാൻ നമുക്ക് എളുപ്പമാണ്, അകത്ത് കയറാൻ അവരെ പ്രേരിപ്പിക്കാത്തത് എന്തോ ഒന്നുണ്ടല്ലോ. അതിനകത്ത് ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തോന്നുന്നുള്ളൂ? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ പൊതുവായിട്ട് വന്ന ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, മാതാപിതാക്കൾക്കുള്ള പങ്കിനെ കുറിച്ചാണ് ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചത്. അതൊരു 75%, ബാക്കി 25% അച്ഛൻ പറഞ്ഞ പോയിന്റുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചില അച്ഛന്മാരുടെ കുർബാന കാണാനും ആ വചനപ്രഘോഷണം കേൾക്കാനും ഒരു പ്രത്യേക ഒരു ഇമ്പവും താല്പര്യവും ഉള്ളത് കൊണ്ട് കൂടുതലായിട്ട് ആൾക്കാർ വരുന്ന ഒരു സാഹചര്യം ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അത് വലിയൊരു ഫാക്ടറാണത്. അത് കാരണം നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ അച്ഛന്മാരെ എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വന്ന മക്കൾ തന്നെയാണ്. സെമിനാരിയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന പരിശീലനം ഓരോരുത്തരും സ്വന്തം കഴിവുകളോട് ചേർത്ത് വെച്ച് സ്വീകരിച്ച് വചനപ്രഘോഷണമാണ് ഞങ്ങളുടെ ഈ പരിശീലനത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. ഈ 15 വർഷവും 10 വർഷവുമൊക്കെ ഞങ്ങൾ പരിശീലനം നേടിയ വൈദികരായി അൾത്താരയിൽ വന്ന് നിൽക്കുമ്പോൾ മുൻപിലിരിക്കുന്ന വിശ്വാസികൾക്ക് ഹൃദ്യമാകുന്ന രീതിയിൽ വചനപ്രഘോഷണം അവതരിപ്പിക്കാനാണ്, വചനം വിശകലനം അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു ശേഷി എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ഇല്ല, പക്ഷേ അത് വളരെ വലിയൊരു പങ്ക് അതിൽ വഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ. കാരണം അവർക്ക് ഈ പള്ളിയിലെ ഓരോ അനുഷ്ഠാനങ്ങൾ അത് വെറും ഒരു ആചാരം പോലെ തോന്നി തുടങ്ങിയാൽ അവർ പള്ളിക്ക് അകത്ത് കയറാതെ പുറത്ത് നിൽക്കും. കാരണം അവിടെയാണ് കൂടുതൽ അവരെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളുള്ളത്. സോഷ്യലൈസേഷൻ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളത് അത് വലിയൊരു പങ്കാണ് അവിടെ വഹിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ യുവജനങ്ങൾ ഇപ്പം അച്ഛന്മാരുടെ ഒരു ശൈലി, ഇപ്പോൾ റോയിച്ചൻ പറഞ്ഞതിനകത്തൊരു ഫാക്ടറുണ്ട്, മുഴുവൻ അത് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും, അപ്പോൾ അതായത് അച്ഛന്മാരുടെ ഒരു ശൈലി അതിൽ തന്നെ നമുക്ക് ആത്യന്തികമായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ ഓരോ അച്ഛന്മാരും വ്യത്യസ്തരാണ്. അതേസമയത്ത് വിശ്വാസമെന്ന് പറയുന്നത് അച്ഛന്മാരുടെ ഇടപെടൽ കൊണ്ട് മാത്രം വ്യാഖ്യാനിക്കപ്പെടേണ്ടതുമല്ല, അങ്ങനെയുമല്ല.
കാരണം ചെറുപ്പം മുതൽ നമ്മൾ വളർന്നു വന്ന ആ ഒരു ശീലം, അത് യുവജനങ്ങളുടെ സമയമാകുമ്പോൾ, യുവാക്കന്മാരായിരിക്കുന്ന സമയത്ത് മാത്രം നമുക്ക് പള്ളി ഒഴിച്ചിട്ട് മാറി നിൽക്കാൻ തോന്നുന്നു. അതേസമയത്ത് വിശുദ്ധ കുർബാന കണ്ടില്ലെങ്കിൽ വേദനിക്കുന്നൊരു മനസ്സുണ്ട് എന്ന് പറയുന്നൊരു യുവാവും ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ഒരു വേദന ഒരു യുവാവിന് തോന്നണമെങ്കിൽ അത് അച്ഛന്മാരെ അടിസ്ഥാനപ്പെടുത്തി ആണോ അങ്ങനെ ഒരു വേദനയില്ലായ്മയും നമുക്ക് തോന്നുക? അച്ഛന്മാരുടെ വിശുദ്ധ ബലിയെ ആ രീതിയിൽ നമുക്ക് സ്വാധീനിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നല്ല കുർബാനയാണെങ്കിൽ കുർബാനയ്ക്ക് കറക്റ്റ് സമയത്ത് വരാൻ തോന്നും അല്ലേ? അതെ, തീർച്ചയായിട്ടും. നല്ല കുർബാനയാണെങ്കിൽ കറക്റ്റ് സമയത്തല്ല 5 മിനിറ്റ് മുമ്പേ വരാൻ വരെ തോന്നാറുണ്ട്. അതല്ല, നല്ല കുർബാന മോശം കുർബാന എന്നൊന്നുമില്ല. വിശുദ്ധ കുർബാന എല്ലാം പിന്നെ വിശുദ്ധം തന്നെ. എങ്ങനെ അല്ല ഒന്ന് കൊടുത്തേ ചേച്ചിമാൻ എന്താ പറയുന്നത്? തീഷ്ണത. ആരുടെ തീഷ്ണത? വിശ്വാസികളുടെയോ ഞങ്ങൾ അച്ഛന്മാരുടെ? കുർബാനയിലെ പ്രസംഗവും അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ നമുക്ക് കൂടുതൽ തീഷ്ണത തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുർബാന കാണാൻ നമുക്ക് ഒരു 5 മിനിറ്റ് മുമ്പേ പോയി ഒന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി കുർബാന കൂടാവുന്നുള്ളൊരു തോന്നലുണ്ടാവും. എനിക്ക് ചേച്ചി ഒന്ന് സംസാരിച്ചില്ല, എന്താണ് ചേച്ചിയുടെ അഭിപ്രായം? അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടുണ്ടോ? അതായത് വചനപ്രഘോഷണം, കുർബാനയിലെ വൈദികൻ്റെ പ്രാർത്ഥനാപൂർവമായ ഒരുങ്ങിയുള്ള വിശുദ്ധ കുർബാന അർപ്പണം, ഇതെല്ലാം നമുക്ക് ദേവാലയത്തിനകത്തേക്ക് അൾത്താരയോട് നമ്മളെ അടുപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണെന്ന് ഇവിടെ പറയുന്നത്. ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? എൻ്റെ പേര് മേരി, അമലാപുരിപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ അച്ഛന്മാരും കുർബാന ചെല്ലുന്നത് ഭക്തിപൂർവ്വം തന്നെയാണ്. പക്ഷേ ചില അച്ഛന്മാരുടെ കുർബാന കാണാൻ ഒരു താല്പര്യം എല്ലാവരും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുമുണ്ട്. എൻ്റെ അഭിപ്രായത്തിലും കുറച്ച് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ കുർബാനയും ഞാൻ മിക്കവാറും മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോകുന്ന ആളുമാണ്, ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന ആളുമാണ്. പക്ഷേ അച്ഛന്മാരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. നമ്മളും കൂടി കൂടുതലായിട്ട് ആ ബലിയിൽ ശരിക്കും മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കാനാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ നമ്മൾ അത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് കുർബാനയിൽ പങ്കെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ വൈദികരുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ ആസ്വാദ്യത അത് നമ്മുടെ വിശ്വാസ ജീവിതത്തെയും വിശുദ്ധ കുർബാനയോടുള്ള നമ്മുടെ സമീപനത്തെയും വളരെയേറെ സ്വാധീനിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ പലരും സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അതുകൊണ്ട് മാത്രമാണ് കുറച്ചാളുകൾ ദേവാലയത്തിനകത്ത് കിടക്കാതെ പുറത്തു തന്നെ നിൽക്കുന്നത് എന്ന് പറയുന്നതിനകത്ത് സഭാത്മകമായി ചിന്തിക്കുമ്പോൾ നമുക്കൊരു ലോജിക്ക് കണ്ടെത്താൻ പറ്റില്ല. ലോജിക്ക് ഇല്ലെന്നുള്ളത് ശരിയാണ്. പക്ഷേ ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന രീതിയിൽ വചനം പങ്കുവയ്ക്കപ്പെടണം, അതൊരു ശരി തന്നെയാണ്. പക്ഷേ അച്ഛന്മാരുടെ പിന്നെ പുരോഹിതരുടെ അവതരണ ശൈലിയിലുള്ള വ്യത്യാസം വിശുദ്ധ കുർബാനയോടുള്ള ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കരുത് എന്നുള്ളിടത്താണ് പിന്നെ സഭയുടെ ഒരു കാഴ്ചപ്പാട്. അച്ഛൻ്റെ അഭിപ്രായം എങ്ങനെയാണ് അതിനെപ്പറ്റി? വിശ്വാസത്തെ നമ്മൾ കാണേണ്ടത് പ്രകടനങ്ങളുടെ അവസ്ഥയിലോ കലാപരിപാടിയുടെ അവസ്ഥയിലോ ഒന്നും ആയാൽ ശരിയാകുകയില്ലെന്ന് തോന്നുന്നു. കുർബാന ഒരു കഥാപ്രസംഗമല്ല. അല്ല. കാരണം നമ്മൾ പൗരോഹിത്യം ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ വീടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് 2 ചേട്ടന്മാരും ഒരു അനുജനുമുണ്ട്. ഒരു പക്ഷേ എന്നേക്കാൾ കുറേ കൂടെ പല കാര്യങ്ങളിലും കഴിവുള്ളവർ അവരാണെന്നാണ് എനിക്ക് തോന്നുക. പക്ഷേ ദൈവപരിപാലനയിൽ പൗരോഹിത്യം സ്വീകരിക്കാനായിട്ട് ദൈവം എന്നെയാണ് വിളിച്ചത്. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും മറ്റെല്ലാവരുടെയും കാര്യങ്ങളിൽ. കർത്താവ് അന്നത്തെ സമൂഹത്തിൽ ബുദ്ധിമാന്മാരും കഴിവുള്ളവരുമായിട്ട് ധാരാളം പേരുകളുണ്ടായിരുന്നു. പക്ഷേ അവരെ മാത്രം തപ്പിയെടുത്ത് കർത്താവിൻ്റെ ശിഷ്യഗണത്തിലേക്ക്, ആദ്യഗണത്തിലേക്ക് തിരഞ്ഞെടുക്കുകയല്ല ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ അടുത്ത കാലത്ത് തന്നെ പ്രത്യേകമായിട്ട് നമ്മുടെ നാട്ടിൽ ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഫാത്തിമ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തോട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അവിടെ മാതാവ് ലോകത്തിന് മുഴുവൻ കൊടുക്കേണ്ട സന്ദേശം 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് നിങ്ങളിതിനെക്കുറിച്ച് വലിയ പ്രചരണമൊന്നും നടത്തുകയും വേണ്ട എന്നുള്ള ഏതാണ്ട് ആശയം കൊടുത്തു. മറിച്ച് ലോകം ആ കുട്ടികളെ ആണ് ആകർഷിച്ചത്, കുട്ടികളുടെ കഴിവിനെയല്ല ആകർഷിച്ചത്.
അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അവർ തിരിച്ചറിഞ്ഞു. മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മുതലുള്ള അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് ആളുകൾ ശ്രദ്ധിച്ചു. അതൊരു സന്ദേശമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ ദൈവം അപ്പോൾ നമ്മുടെ ആരുടെയും കഴിവുകളോ യോഗ്യതകളോ നോക്കിയല്ല പൗരോഹിത്യം പ്രത്യേകിച്ചും അതിലേക്ക് ദൈവം വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ താരതമ്യം പറ്റില്ല എന്നെനിക്ക് തോന്നുന്നു നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ. കാരണം കൂദാശകൾ പരികർമ്മം ചെയ്യാനായിട്ട് ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ വ്യക്തികളെ തിരഞ്ഞെടുത്തപ്പോൾ ആ വീട്ടിൽ തന്നെ ഉള്ളതിലെ ഏറ്റവും മിടുക്കനായ വ്യക്തിയെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ ദൈവിക പദ്ധതിയിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ ദൈവം ഇതിനുദ്ദേശിക്കുന്നത് വേറെ വ്യത്യാസപ്പെട്ടതും കൂടി ആണെന്ന് ഇന്ന് നമ്മുടെ വിശ്വാസത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഉത്തരമായിട്ട് തോന്നുന്നത്. അതേ സമയത്ത് തന്നെ നമ്മുടെ കഴിവുകളുടെ പ്രകടനമല്ല കൂദാശകളുടെ പരികർമ്മണം, പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയും അതിനോട് ബന്ധപ്പെടുത്തിയുള്ള വചനപ്രഘോഷണവുമൊക്കെ. ഇതിന് തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന വിധത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നും പരമാവധി താല്പര്യവും ശ്രദ്ധയും ഒരുക്കവും പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നുള്ളത് ആവശ്യമാണ്. വൈദികൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്താലും ചിലപ്പോൾ ഇത്രയൊന്നും വലിയ ആത്മീയ തീക്ഷ്ണതയൊന്നും കൂടാത്ത വേറൊരു വൈദികനിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് ജനങ്ങൾക്ക് വളരെ സ്വീകാര്യമായിട്ട് തോന്നിയേക്കാം. അതായത് പിന്നെ എത്രമാത്രം പ്രാർത്ഥിച്ചാലും ചില സമയത്ത് നമുക്ക് ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റണമെന്നില്ല എന്നാണ് അച്ഛൻ ഉദ്ദേശിച്ചത്, ചില വൈദികരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് വൈദികരുടെ അവതരണ ശൈലിയുടെ പ്രത്യേകതയും ആകർഷകത്വവും ഒരു പരിധിയിൽ കൂടുതൽ വിശുദ്ധ കുർബാനയോടുള്ള ഒരു വിശ്വാസിയുടെ മനോഭാവം രൂപീകരിക്കുന്നതിന് ഒരടിസ്ഥാനമാകാൻ പാടില്ല. പകരം വിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ച് നൽകിയത് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളുടെ അനുഭവത്തിന് വേണ്ടിയാണ് എന്ന് മതബോധനത്തിലൂടെ പഠിച്ചറിയുന്ന ഒരു വിശ്വാസി അടുത്ത തലമുറയിലേക്ക് അതേ വിശ്വാസം പങ്കുവെച്ചു കൊടുക്കുക എന്നൊരു കർമ്മമാണ് ഈ ഞായറാഴ്ചകളിലെ കൂട്ടായ ഈ ഒരു ആചരണത്തിലൂടെ. ഇത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഞായറാഴ്ച എന്നുള്ളൊരു സന്ദേശം മക്കളിലേക്ക് പങ്കുവെക്കുന്നതിലൂടെ ചെയ്യണം എന്നുള്ളതാണ് ചാവറയച്ചനും ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു, അല്ലേ? അതെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു വ്യത്യാസത്തോടുകൂടി കാണേണ്ടത് ഒരു കലാപരിപാടികളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അവതരണത്തിൻ്റെ ആശയത്തിലൂടെ നമ്മുടെ ആധ്യാത്മിക കാര്യങ്ങളെ മുഴുവൻ കാണാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതേ സമയത്ത് തന്നെ ഈ പരിമിതികൾ നമ്മൾ തിരിച്ചറിയുകയും അതിനനുസരിച്ച് അവരവരുടെ ഭാഗത്തുനിന്ന് നടത്തേണ്ട ഉത്സാഹം നടത്തുകയും ചെയ്യണം. വ്യക്തിപരമായി കത്തോലിക്ക സഭ നടത്തുന്ന വിശ്വാസ ഘോഷത്തിൻ്റെ ഏറ്റവും വലിയ വിശ്വാസ അനുഭവം അത് സ്വന്തമാക്കാൻ പറ്റിയാൽ നമ്മൾ ദേവാലയത്തിനകത്ത് തന്നെ നിന്ന് മുഴുവൻ കുർബാനയിൽ പങ്കുചേരും. ഒരു നല്ല ക്രിസ്ത്യാനി കുടുംബം ആകാശമോക്ഷത്തിന് സ്വർഗരാജ്യത്തിന് സദൃശ്യമാകുന്നു എന്നാണ്. നമ്മളുടെ യുവാക്കൾക്ക്, കുഞ്ഞുമക്കൾക്ക് വിശുദ്ധ കുർബാന അനുഭവമാകണമെങ്കിൽ അത് മാതാപിതാക്കളുടെ, അപ്പൻ്റെയും അമ്മയുടെയും വിശ്വാസ അനുഭവത്തിൻ്റെ തുടർച്ചയാവണം. നമ്മുടെ ഞായറാഴ്ച ആചരണം ഒരു സാമൂഹികമായ ഒരു പുനർനിർമ്മിതിയുടെ അവസരം കൂടിയാണ്.